പിന്നെ എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ, ഒരു നിർഭയമായിട്ട് ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അയാളുടെ കാര്യങ്ങൾ പറയണം, അയാൾക്ക് മടങ്ങി പോകണം, അയാൾക്ക് അവിടെ നീതി കിട്ടണം. ഇതൊക്കെയാണ് നമ്മൾ ശരാശരി ലെവലിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ. താങ്കൾ പോയപ്പോൾ എന്താ അനുഭവം ഉണ്ടായത്? ഞാനും നിർഭയമായി എന്നെ പോലീസ് മർദ്ദിക്കുന്നതിന് അന്ന് പോലീസ് സ്റ്റേഷനിൽ അന്ന് വൈകുന്നേരം ദേശാഭിമാനിയുടെ വാർത്ത കളക്ട് ചെയ്യാൻ പോയതാണ്. അന്ന് എന്നെ മർദ്ദിക്കുന്ന സിയുടെ നിന്നാണ് ഞാൻ വാർത്ത കളക്ട് ചെയ്തിട്ട് തിരികെ വീട്ടിൽ പോയി. ഏതാണ്ട് രാത്രി 12 മണിയോട് കൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു സംഘം ആളുകൾ എൻ്റെ വീട് വളഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്ത് കോന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. കോന്നിയിലാണോ ഈ സംഭവം? അതെ, കോന്നിയിലാണ്. എത്ര കൊല്ലമായി? ഇപ്പോ 15 കൊല്ലമായി. 15 കൊല്ലമായിട്ട് അതുമായി ബന്ധപ്പെട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിന് മുമ്പ് ഒരാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ എന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന് എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ പേരിൽ ഒരു കേസ് പോലും ഇല്ലായിരുന്നു. അന്ന് ഞാൻ എന്തിനാണ് പോലീസ് പ്രകോപിതരായത്? അത് ഉത്തരവില്ലാത്തൊരു ചോദ്യമാണ്. അദ്ദേഹം ഏറ്റവും അവസാനം ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ SP ആക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയപ്പോൾ അദ്ദേഹം കളവായി ഒരു സാധനം ഹൈക്കോടതി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്നാണ്. അങ്ങനെ ഒരാൾക്ക് വെറുതെ പറയാൻ പറ്റുമോ? അത് ഞാനിപ്പോ രേഖ എടുത്തു കോടതിയിൽ നിന്ന് രേഖ എടുത്തപ്പോൾ അദ്ദേഹം പറയപ്പെടുന്ന ഒരു കേസിൽ പോലും ഞാൻ പ്രതിയല്ല. എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കേസിൽ പോലും പ്രതിയല്ല. അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്നെ നിരവധി കേസുകൾ പ്രതിയാക്കുകയാണ് ചെയ്തത്. അല്ല, എനിക്ക് തോന്നുന്നത് താങ്കളെ പോലെയുള്ള ആളുകൾക്ക് ഈ പോലീസ് സ്റ്റേഷൻ പോലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെന്നാൽ അനീതി ഉണ്ടാകും എന്നൊരു ധാരണയുണ്ടോ? തീർച്ചയായും പോലീസ് സ്റ്റേഷൻ നമുക്ക് മാറ്റണമല്ലോ. ഒരു 5 ദിവസം ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എന്റെ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ PCCക്ക് പോയി. PCCക്ക് പോയപ്പോൾ എന്നോട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് PCC ലഭിക്കുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് PCC ലഭിക്കാത്തത്? അവർ നിങ്ങളുടെ പേരിൽ നിരവധി ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ആശ്ചര്യമായി. ഇപ്പോൾ ഞാനിപ്പോ പോലീസ് സ്റ്റേഷൻ നേരിട്ട് പോയി CA കൊണ്ട്, അപ്പൊ CA ഒരു സിവിൽ ഡ്രസ്സിലൊക്കെ അവിടെ ഇങ്ങനെ കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ എന്തുകൊണ്ടാണ് എനിക്ക് PCC തരാത്തത്? നിങ്ങളുടെ പേരിൽ 7 ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത്ഭുതകരമാണല്ലോ. എനിക്കൊരു 2-3 മാസങ്ങൾക്ക് മുമ്പാണ് പാസ്പോർട്ട് കിട്ടിയത്. ആ പാസ്പോർട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായി ക്രിമിനൽ കേസ് ഉള്ള ഒരാൾക്ക് തരാതിരിക്കണമല്ലോ. അല്ല, നിങ്ങളുടെ പേര് ക്രിമിനൽ കേസ് ഉണ്ട്. ഞാൻ പറഞ്ഞ സാറേ തെറ്റാണ്, നിങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ഞാൻ തിരുത്താൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം എന്നോടുള്ള കോപം തീർക്കാൻ ഞാൻ വന്ന വണ്ടിയൊക്കെ ആ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നിന്ന് മാറ്റി ഇടിയിപ്പിച്ചു. എന്നോടൊന്നും തിരിച്ചു പറയാൻ കഴിയാത്ത അവസ്ഥയിലായതുകൊണ്ട് അത് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചെയ്തത് ഒരു വലിയ ലിസ്റ്റ് എടുത്തു, ഞാൻ ഇത്ര കേസുകൾ നിങ്ങൾ പ്രതിയാണെന്ന്. ഞാൻ പറഞ്ഞു, സാർ ഇത് തെറ്റാണ്, നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് എന്നെ ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോൾ നിങ്ങളുടെ പേര് ആ കേസുകൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം ഒരു പെറ്റി കേസ് വെച്ചുകൊണ്ട് നിങ്ങൾ ക്രിമിനൽ കേസ് പ്രതിയാണ് പറഞ്ഞിട്ട് PCC എന്ന്. ഞാൻ 500 രൂപ കൊടുത്ത പെറ്റി അടച്ചിട്ട് ഞാൻ വീണ്ടും PCCക്ക് ആവശ്യപ്പെട്ടു. ഇന്നേ നിമിഷം വരെ ആ PCC എനിക്ക് ലഭിച്ചിട്ട്. അപ്പോൾ പോലീസിന് ഇഷ്ടമല്ലാത്ത ആളുകളെ നിരന്തരം വേട്ടയാടുന്നത് പോലീസിന്റെ ഒരു സമീപനമാണ്. അപ്പോൾ പോലീസിന്റെ കാക്കി ഇട്ടാൽ അവര് എന്തോ വലിയ അധികാരത്തിലിരിക്കുന്നതാണെന്നൊരു തോന്നൽ അവരെ സംബന്ധിച്ച് പലപ്പോഴും ഉണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണകൂടങ്ങളും കോടതി പോലും ഒരു പക്ഷേ പോലീസിനെതിരായ അന്യായങ്ങളിൽ പലപ്പോഴും ശരിയായ തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ് ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.